ബാലയ്യ വേഴ്സസ് ഗ്രാവിറ്റി, അതാണ് അഖാണ്ട 2. ന്യൂട്ടന്റെ എല്ലാ തിയറികളും തെറ്റാണെന്നും ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്നും പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാലയ്യ ചെയ്ത പടമാണ് അഖാണ്ട 2 അഥവാ ആന്റി ഗ്രാവിറ്റി 2. ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചു കൂട്ടിയ കുണ്ടാമണ്ടിത്തരങ്ങൾക്കെല്ലാം ശേഷം കൂടുതൽ അപരാധങ്ങൾ കാണിക്കാനും ഗ്രാവിറ്റിയെ കൂടുതൽ ബ്രേക്ക് ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാബുസ്വാമി അഖാണ്ട സ്വാമി ഹിമാലയ സാനുക്കളുള്ള തന്റെ ഗുരുവിനെ വന്ന് കാണും. എന്നിട്ട് ആ പരട്ടക്കളവും പറയണതും കേട്ടിട്ട് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യും. അങ്ങനെ ഏകദേശം 10-12 വർഷം അന്ന നിൽപ്പ് അങ്ങനെ നിൽക്കും. അങ്ങനെ 10 വർഷം കഴിഞ്ഞപ്പം നമ്മുടെ മറ്റേ ചെറിയ ബാലയ്യ ഇന്ത്യൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ചിലർ അടിപിടി പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇത്രയും പോലീസും മിലിറ്ററി സ്ട്രെങ്തൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫീസേഴ്സിനെ ഒരു ഗാങ്സ്റ്ററിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അണ്ണനെ വിട്ടേക്കുന്നത്. എന്നിട്ട് അണ്ണൻ അവന്മാരെയൊക്കെ ഇടിച്ച് വേറെ ഗ്രഹത്തിൽ വിട്ടിട്ട് അവരെയൊക്കെ രക്ഷിക്കും. ഇതിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നേരിട്ട് അണ്ണന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് PM വന്ന് ചെറിയ ബാലയ്യോട് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയണത് അണ്ണന്റെ മോള് DRDOയിലെ സയന്റിസ്റ്റ് ആണെന്ന്. അത് തന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ട ആ ഒരു കുറിപ്പ് തന്നെ. അതിനിപ്പോ 17 വയസ്സായി. ആ പ്രായത്തിൽ തന്നെ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ഐക്യം അതിനാണെന്നൊക്കെ പറയുന്ന ഷംന കാസിം തള്ളി അങ്ങ് വിടുന്നുണ്ട്. ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ തള്ളാമോ? ഈ കുറിപ്പ് 17ാമത്തെ വയസ്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏതോ വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചത്ര. അതിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഡിഫൻസ് മിനിസ്റ്റർ നേരിട്ട് അവളെ പോയി കാണും. എന്തോന്നും ഇത് ഈ മിനിസ്റ്റേഴ്സിനൊന്നും വേറെ ഒരു പണിയില്ല, ചൊറിഞ്ഞു കുതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യ വിട്ട് ചൈനീസ് ബോർഡറിലേക്ക് പോകുന്ന സുഹൃത്തുക്കളെ, അവിടെ ഏതോ ഒരു ചൈനീസ് ആർമി ഓഫീസർ ടിബറ്റ് ബോർഡറിലുള്ള ഏതോ ഒരു വില്ലേജിൽ പോയിട്ട് അവിടെയുള്ള ബുദ്ധിസ്റ്റ് ഭക്തന്മാരെയൊക്കെ അങ്ങ് കൊല്ലും. എന്നിട്ട് അവരുടെ ലീഡറിനെ മാത്രം വെറുതെ വിടും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോൾ അവൻ അറിയണേ അവന്റെ മോനെ ഇന്ത്യൻ ആർമി തട്ടിയെന്ന്. എന്നിട്ട് അണ്ണൻ വന്ന് മോന്റെ മൃതശരീരത്തിനടുത്ത് വന്നിട്ട് ഒരു മാസ ഡയലോഗും കടിക്കും. അപ്പൊ അപ്പുറത്തേക്കുന്ന പട്ടാളക്കാരൻ പറയും, ഒരു ഇന്ത്യൻ സോൾജർ കുത്തുന്ന ഒരേ കുത്തല് ചെത്തുപോയിട്ട് അവന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് പറയടേ, ഒരു 2 പേരെങ്കിലും കൊന്നൊന്ന് ഇതൊരുമാതിരി പാവത്തിനെ വിഷമിപ്പിക്കാനായിട്ട്. അപ്പോൾ അണ്ണൻ ഇന്ത്യയെ നശിപ്പിക്കണം. അതിന് ജനറൽ ചാങ്ങിന്റെ ഹെൽപ്പ് വേണം അത്രേ. അപ്പോൾ അതേ ചാങ് 4 ടാർപ്പയും വരച്ചു കിട്ടി കുറച്ച് VFX സ്ക്രീനും വെച്ചിരുന്ന് ഭഗവത്ഗീത വായിക്കുന്നു. ഇന്ത്യയെ നശിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അണ്ണൻ ഭഗവത്ഗീത വായിക്കുന്നു. എന്നിട്ട് അണ്ണൻ കണ്ടുപിടിക്കണ മാരക ഐഡിയ ആണ് ഇന്ത്യയെ നശിപ്പിക്കാൻ ഇന്ത്യക്കാരുടെ ദൈവവിശ്വാസം തകർക്കണമെന്ന്. ശരിയാണല്ലോ, ഇന്ത്യയിലെ ആർമി ഓഫീസേഴ്സ് ഒക്കെ രാവിലെ എണീറ്റ് കുറിയും തൊട്ട് അമ്പലത്തിൽ പൂജയാണല്ലോ ചെയ്യണത്. ഏതൊരു ഇവനൊക്കെ. എന്നിട്ട് ചാങ്ക് മറ്റേ പട്ടാളക്കാരനോട് ഏതോ വജ്രായുധം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു വിടും. ഇതേ സമയം ഇന്ത്യയിൽ മറ്റേ 17 വയസ്സുള്ള ഐൻസ്റ്റീനേക്കാൾ ഐക്യമുള്ള പെണ്ണിന്റെ ബർത്ത്ഡേ ആണ്. വർക്കുള്ളതുകൊണ്ട് ബർത്ത്ഡേക്ക് പോകില്ല എന്ന് പറഞ്ഞിരുന്ന അവളെയും ഫ്രണ്ട്സിനെയും കൂട്ടി അവരുടെ സീനിയർ മാം ബർത്ത്ഡേക്ക് പോകും. ഈ മാം ആണ് സംയുക്ത, ടോപ്പ് ആർമി ഓഫീസറാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. ഓർമ്മിച്ച് വെച്ചോട്ടോ, ആവശ്യം വരും. ഇവര് വീട്ടിൽ വരും. പിന്നെ അച്ഛനും മോളും തമ്മിൽ കണ്ടുമുട്ടുന്ന അസുലഭ നിമിഷങ്ങളാണ്. എന്നിട്ട് രാത്രി ചെറിയ ബാലയ്യ 2 സ്മോൾ അടിച്ചിട്ട് ഫുഡ് അടിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോൾ മോള് സ്മോൾ എല്ലാം ബ്ലോക്ക് ചെയ്ത്. അപ്പോഴാണ് അണ്ണന് മദ്യത്തിന് മണം കിട്ടുന്നത്. എന്നിട്ട് അണ്ണൻ മണം പിടിച്ച് സംയുക്തയുടെ റൂമിലെത്തും. അപ്പോഴേ കാണുന്നത് നമ്മുടെ സംയുക്ത ചേച്ചി ഒറ്റയ്ക്കിരുന്ന് അങ്ങ് അടിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ബാലയ്യ വെള്ളം ഒലിപ്പിച്ച് നിൽക്കും. ഇങ്ങേരുത് ശരിക്കും എന്ത് കണ്ടിട്ടാണ് ഈ എക്സ്പ്രഷൻ ഇടുന്നതെന്ന് കൺഫ്യൂഷൻ അല്ല ദൈവമേ. എന്നിട്ട് അവർ ഒരുമിച്ചിരുന്ന് അടിക്കും. ഇനിയുള്ള സീൻ നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതന്നെ ഐറ്റം ഡാൻസ് ഓഫ് ദിസ് ഹൈലി റെപ്യൂട്ടഡ് ആർമി ഓഫീസർ വിത്ത് ജയ് ബാലയ്യ. ഈ ഐറ്റം ഡാൻസ് കഴിയുമ്പോൾ തന്നെ ഓഫീസർ ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് പേഴ്സൺ ആയിട്ട് നമ്മുടെ ചെറിയ ബാലയ്യ മാറും. എന്നിട്ട് ഇവരങ്ങ് തിരിച്ചു. ഭാഗ്യം അവൾക്ക് അണ്ണനോട് പ്രേമൊന്നും തോന്നിയില്ലല്ലോ. ഇതേ സമയം അങ്ങ് ചൈനീസ് ബോർഡറിൽ മറ്റേ പൊട്ടം പോയിട്ട് വജ്രായുധം കൊണ്ടുവന്നു. ഏതോ വൈറസ് ആണ്, അത് ഉള്ളി വന്നാൽ 6 hours തട്ടിപ്പോകത്രേ. ഒരു ബയോവാറാണ് ഈ പൊട്ടന്മാർ ഉദ്ദേശിക്കണേ. പക്ഷെ അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ. അഖണ്ഡ സ്വാമിയെ കൊണ്ടുവരണമല്ലോ, അതിന് ഭക്തി വേണമല്ലോ. അതുകൊണ്ട് ഉമാര് ഇത് കലർത്താൻ പോകുന്നത് മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്താണ്. അതാവുമ്പം ഇന്ത്യ മുഴുവൻ അവിടെ ഉണ്ടാവും എന്നൊക്കെയാണ് ചേട്ടന്മാരുടെ വിചാരം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സെന്ററിലെ ഒപ്പോസിഷൻ ലീഡറിനെയും യുവമാര് പൊക്കി. അത് നമ്മുടെ മാർക്കോയിലെ മറ്റേ പ്രസവം കൊടുക്കണ പുള്ളി. എന്നിട്ട് യുവമാരെല്ലാം കൂടെ മഹാകുംഭമേള നടക്കുന്ന ഗംഗയിൽ ഈ സാധനം കലർത്തി. എല്ലാവരും വന്ന് മുങ്ങി കുളിക്കുകയും ചെയ്തു. കുറെ എണ്ണം ഹോസ്പിറ്റലായി, വേറെ കുറെ എണ്ണം പടമായി. ആൻഡ് മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് ഈസ് ഇതിനുള്ള വാക്സിൻ എല്ലാവരും തലകുത്തി നിന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ ചെറിയ ബാലയ്യയുടെ ഈ കുരിപ്പ് വളരെ നിസ്സാരമായിട്ട് ഈ സാധനം കണ്ടെത്തി. എന്നിട്ട് ഇത് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവരെ ലഡാക്കിലെ മിലിറ്ററി ലാബിലേക്ക് മാറ്റും. അപ്പോൾ അവിടെ മറ്റേ മാർക്കോയിലെ വില്ലന്റെ അനിയനും ഗ്യാങ്ങും വന്നിട്ട് ഇവരെ കൊല്ലാൻ നോക്കും. ഇവന്മാർ എങ്ങനെ ഇത് മണത്തറിഞ്ഞു വന്നു. നല്ല അടിപൊളി ഗവൺമെന്റ്. ആൻഡ് ദ ഫണ്ണി പാർട്ടീസ് ഇവന്മാരി കയറി മേയണതും എല്ലാവരും വെടിവെച്ച് കൊല്ലണതും മിലിറ്ററി ലാബിലാണ്. നല്ല പഷ്ടി മിലിറ്ററി. എന്നിട്ട് എല്ലാവരും തീരും. ഈ കുരിപ്പ് മാത്രം ഈ വാക്സിൻ കൊണ്ട് ഓടും. ഇവന്മാര് പുറകേന്ന് വണ്ടി പോയിട്ടും ഈ കുരിപ്പിന്റെ അടുത്ത് എത്തൂല. ബിക്കോസ് പക്ഷെ അവസാനം ഇവിടെ പിടിക്കും. അപ്പതേ വരണ ഒരു ഉൽക്ക. ഇത് എവിടെ നിന്ന് വന്നെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോണ്ടാ ദേ വരണം നമ്മുടെ ബാബുസ്വാമി. അഖണ്ഡ സ്വാമി ആളാകെ മാറി. ആൻഡ് താടി മുടിയൊക്കെ വളർന്ന് സിംഹത്തിന്റെ റെഫറൻസ് പിടിക്കാൻ നോക്കിയതാണ്. പക്ഷെ പിച്ചക്കാരുടെ റെഫറൻസ് ആയിപ്പോയി. നിങ്ങളൊരു ഫിസിക്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഇനിയുള്ള പോർഷൻ നിങ്ങൾ കാണരുത്. സ്വാമി വന്നപ്പോൾ തൊട്ട് എല്ലാവരും ഏറിലാണ്.
ഏതോ ഒരുത്തനെ പൊക്കിയെടുത്ത് ആരതി ഒഴിയുന്നു, ഷവായ ഗ്രില്ലിൽ കയറ്റി കറക്കണ പോലെ ഷുഗർത്തി കയറ്റി കറക്കുന്നു, 10 പേര് ഒരുമിച്ച് പൊക്കിയെടുത്ത് തറയിലടിക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. അവനിവിടെ വാക്സിൻ എടുക്കാൻ വേണ്ടി വരുമ്പം അനിയന്റെ പേട്ട് തലമാത്രം കിട്ടും. സാമി ആ കുരിപ്പിനെയും കൊണ്ട് വാക്കിങ്ങിന് പോയി. രണ്ടുപേരും കൂടെ അങ്ങ് നടക്കുകയാണ്. എങ്ങോട്ടാണ് എന്തോ. ലഡാക്ക് തൊട്ട് ഡൽഹി വരെ നടന്നു പോകാനായിരിക്കും പ്ലാന്. ഇങ്ങേരി ഉൽക്കയിൽ ഇങ്ങോട്ട് വന്ന പോലെ അങ്ങോട്ട് പോയാൽ പോരെ. അവൻ വന്നിട്ട് അനിയന്റെ തലയെടുത്ത് തല തല്ലി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഏതൊരു വിടല കയറി പറഞ്ഞത്. അവൻ വന്ന് കുറച്ച് പട്ടിഷോക്ക് കാണിച്ചിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങ് പറയും. പണ്ട് ഇവന്റെ ഡാഡി പ്രൈം മിനിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് മന്ത്രവാദം ചെയ്യാൻ ഈ വിടലയെ വന്ന് കണ്ടത്രേ. അവൻ 8 ദുർബോധങ്ങളെ കമ്പൈൻ ചെയ്ത് പുതിയൊരു പട്ടണത്തിൽ ബോധത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 8 ബ്രാഹ്മണന്മാരെ കൊലയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്രേ. അപ്പൊ തന്നെ ലവൻ പോയിട്ട് 8 പിള്ളേരെയും അവരുടെ ഫുൾ ഫാമിലിയും പിടിച്ചുകൊണ്ട് വന്നു. അല്ല എന്തിനാണ് ഈ ഫാമിലിയൊക്കെ? എന്തായാലും ബാബുസ്വാമി വരും, കുറച്ച് അപരാധങ്ങൾ കാണിക്കും, ഇതൊക്കെ കാണാൻ ആൾക്കാർ വേണമല്ലോ. എന്നിട്ട് ഈ പിള്ളേരുടെ തല വേറെ ഉടൽ വേറെ ആവണതിന് തൊട്ട് മുമ്പ് സാമി പറന്നു വരും. എന്നിട്ട് പിന്നെ ആന്റി ഗ്രാവിറ്റി ഫൈറ്റ് ആണ് ഫുള്ള്. എന്നിട്ട് ആ താടിയും കൊല്ലും. ഇവൻ ചത്തെന്നും പറഞ്ഞ് പോവുകയും ചെയ്യും. ഇവൻ ചത്തതുമില്ല, ആ താടിയാണ് ഇവന്റെ തന്തയും. എന്നിട്ട് ഈ 10-12 വർഷം അണ്ണൻ പാറപ്പുറത്ത് തപസിരുന്ന ടൈമിൽ ഇവൻ 8 ഭൂതങ്ങളെയും പിടിച്ച് അവന്റെ ഉള്ളിൽ കയറ്റി. അവന് ബുദ്ധിയുണ്ട്. എന്നിട്ട് ഇവന്മാരെല്ലാവരും കൂടെ അകാണ്ട സ്വാമിയെ കൊല്ലാൻ പോകും. ഈ കുംഭമേളയിൽ നിന്ന് ഈ വൈറസ് വന്നുകൊണ്ട് ദൈവമില്ല എന്നൊക്കെയാണ് ഇവന്മാർ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് കാണാൻ അമ്പലത്തിലൊക്കെ കയറി അവിടെ ഉള്ളവരുടെയൊക്കെ മോട്ടിവേഷൻ കൊടുത്ത് ദൈവം ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് സാമിയും കുരിപ്പും മുന്നോട്ട് പോവുകയാണ്. ഈ കുരിപ്പ് ജീവനോടുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമി ഹെലികോപ്റ്ററായിട്ട് വന്നപ്പോൾ ഈ വിടലകൾ അതിനെ അങ്ങ് തകർത്തു. അപ്പോൾ നമ്മുടെ ബാബുസ്വാമി ഹെലികോപ്റ്ററിന്റെ ഫാനും ശൂലത്തിൽ കുത്തി വെച്ചിട്ട് അവിടെ ഒന്ന് കറക്കി കളിക്കുന്നു. Havells BLDC Plus ഫാനുകൾ, ഇന്നോവേറ്റീവ് ടെക്നോളജി, സ്റ്റണ്ണിംഗ് ഡിസൈൻസ്, എനർജി എഫിഷ്യന്റ് റേഞ്ച്. Havells BLDC Plus ഫാനുകൾ കാറ്റ് മാറി വീശും. പിന്നെ അങ്ങോട്ട് വീണ്ടും ഗ്രാവിറ്റി ഓഫ് ചെയ്തിട്ടുള്ള ഫൈറ്റ് ലാസ്റ്റ് സിമ്പിൾ ആയിട്ട് സാമി ജയിക്കും. ഈ ടൈമിൽ സാമിയുടെ അമ്മ ഡെഡ് ആവും. ഈ പുള്ളിക്കാരി സാമി നേരിട്ട് ഒന്ന് ചിത കത്തിച്ചാൽ മാത്രമേ ഒഴിഞ്ഞു പോകുള്ളൂ അത്രേ. അതുകൊണ്ട് ഈ കുരിപ്പെന്ന് പറയും പോയി ചിത കത്തിക്കാൻ. ഞാൻ അങ്ങനെ വീട്ടിൽ പോകും. ഇവിടെ ഒന്നും വലയിട്ട് പോവോ നാട്ടിലോട്ട്? അതോ കമ്പേ കുത്തി ചാടോ നാട്ടിലോട്ട്? പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സാമിയുടെ രൂപത്തിൽ നമ്മുടെ ശിവൻ ഫാൻസി ഡ്രസ് കളിച്ച് പോയിട്ട് കർമ്മം നടത്തും. പക്ഷെ ആ തള്ള അത് പൊക്കും. അപ്പോൾ കുറെ സെന്റ് ഡയലോഗ് അടിച്ച് തള്ളയെ സോപ്പിട്ടിട്ട് ശിവൻ സ്കൂട്ടാവും. അഖണ്ഡ സ്വാമി വന്നില്ലെങ്കിലും അമ്മയുടെ ചാരം സ്വാമിയുടെ കയ്യിൽ കിട്ടും. സ്വാമിയും കുരിപ്പും കൂടെ ഏതോ നദിയിൽ പോയി അതങ്ങ് ഒഴുക്കും. അപ്പോൾ ഉണ്ടാ ദേ നിൽക്കുന്ന ഇന്ത്യൻ ആർമി മുഴുവൻ പിറകിൽ. അവർ ഈ കുരിപ്പിനെ കൊണ്ടങ്ങ് പോകും. സ്വാമി ചൈനീസുകാരന്മാരെ തീർക്കാൻ അങ്ങോട്ടും പോകും. കുംഭമേളയിൽ വൈറസ് കലക്കി എല്ലാവരെയും കൊല്ലാകുന്നത് ഇവൻ സാമിയുടെ 2 ആന്റി ഗ്രാവിറ്റി സ്റ്റണ്ട് കണ്ടപ്പോൾ സാമിയുടെ ഭക്തനായി. എന്നിട്ട് ഇവൻ ചെന്നിട്ട് ചൈനക്കാരോട് പറയും എല്ലാം നിർത്തിപ്പോവാൻ. ഓന്ത് മാറുകൂടെ ഇതുപോലെ. ഇതേ ടൈം തന്നെ മറ്റേ ബുദ്ധിസ്റ്റ് പ്രീസ്റ്റും അവിടെ വരും. ഇവിടെ ഇത് ചൈനീസ് മിലിറ്ററി ലാബാണ്, അത് പബ്ലിക് ടോയ്ലറ്റാ. എല്ലാവരും കയറി ഇറങ്ങാണല്ലേ. യുവമാരിങ്ങനെ കൊണം അടിച്ചോണ്ടിരിക്കുമ്പോൾ ശൂലം കുത്തി ടാങ്ക് ഓടിച്ചോണ്ട് അഖണ്ഡ സ്വാമി വരും. നൗ ജസ്റ്റ് ഫോർഗെറ്റ് സയൻസ് ആൻഡ് എൻജോയ് ദ ബാലിയ ഷോ. ശൂലം കുത്തി മെഷീൻ ഗൺ ഫയർ ചെയ്യുന്നു. 10 പേര് ഒരുമിച്ച് പൊക്കി കാട്ടിക്കളയുന്നു. അപ്പത്തേ പറഞ്ഞു ഫ്ലാഷിന് പോളിയോ പിടിച്ചുള്ള കുറെ എണ്ണം. അവന്മാരെ അണ്ണ ഷോക്ക് കൊടുത്ത് കാട്ടിക്കളഞ്ഞ് ലാസ്റ്റ് ആ ചൈനീസ് മണ്ടന്മാരെയും കൊല്ലും. അണ്ണ സ്ലോ മോഷനിൽ നടന്നും വരും. ഇതെല്ലാം കൊണ്ടുകൊണ്ട് ഈ പൊട്ടൻ ഇവിടെ നിന്ന് ഓർഗാസം കൊള്ളും. ഇവിടെ എന്തോന്നടേ. അങ്ങനെ വാക്സിൻ കൊണ്ട് ഇന്ത്യ രക്ഷപ്പെടുന്നു. കുരിപ്പ് ഫേമസ് ആവുന്നു. അഖണ്ഡ സ്വാമി ഇനിയും കൂടുതൽ ആന്റി ഗ്രാവിറ്റി ശക്തികൾ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങോട്ടോ പോകുന്നു. സിനിമ തീരുന്നു.